എക്സ്പ്രോഗ്. ഈ എക്സ്പ്രോഗ് കൊണ്ട് നമുക്ക് എന്തെല്ലാം വർക്കാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്രോഗ് ആയി തന്നെ നമുക്ക് നമ്മുടെ ഈ ടാബിലേക്ക് കണക്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ നമുക്ക് ക്യാൻ ബോക്സ് ഇല്ലേ, സാധാരണ നമുക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓൾറെഡി ഇതിലേക്ക് വോൾട്ടേജിൻ്റെ ആവശ്യം വരും. ഇതിലേക്ക് ഈ സിമിക്ക് വോൾട്ടേജ് വന്നാൽ മാത്രമേ നമുക്ക് ഡാറ്റ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് അതിനുള്ള ഇത് വേണം. ഒന്നുമില്ല ക്യാൻ ബോക്സ് 2 എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാം നേരിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്തു. ഈ കാണുന്ന നമ്മുടെ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോളൂ, ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സാധാരണ പ്ലഗ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിലേക്ക് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇത് വർക്കായി. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഇതിലേക്കുള്ള കണക്ഷനും ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഗിലേക്കും ഡയറക്റ്റ് കണക്ട് ഉള്ളതുകൊണ്ട് പ്രോഗും വർക്കാണ്. പ്രോഗിന് കൂടെ നമുക്കിത് വെറുതെ പ്രോഗിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, നമുക്കിങ്ങനെ പ്രോഗ് തനിയെ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രോഗിന് ഒരു ഇപ്രോമിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് പ്രോഗിൻ്റെ കൂടെ ഒരു ഇപ്രോം ഉണ്ടാവും. ആ ഇപ്രോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ECM കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ECMന് ഈ കാണുന്ന ഈ കുറേ വയറുകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ വരുന്നൊരു വയറുണ്ടാവും. ഇതിലാണെങ്കിൽ നമുക്ക് കറുത്ത വയർ എവിടെ കൊടുക്കണം, ചുവപ്പ് വയറിൻ്റെ. ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് കറണ്ട് കൊടുക്കണമല്ലോ നമുക്ക് അതിലേക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനുള്ളതാണ് ഈ സംവിധാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് കണക്ട് ചെയ്യാം. വയറങ്ങനെ അത് നമുക്ക് അതിൽ കാണാൻ പറ്റും. നമ്മളിത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ECMൻ്റെ ഈ പിന്നുകളിലേക്കാണ് നമുക്ക് ഇനി കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ECMന് കണ്ടോളൂ കേട്ടോ, 3 ഇതുണ്ടാവുക. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ ടൈപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ ടൈപ്പ് ആവും വരുന്നത്, ഈ ടൈപ്പ് കണക്ട് ചെയ്യണം. ചിലപ്പോൾ വരുന്നുണ്ടാവുക ചെറുതായിരിക്കും. ഈ ചെറുതാണെങ്കിൽ നമ്മൾ ചെറുതിലേക്ക് കാണുകയാണ്. 3ാമത്തേൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 3ാമത്തേൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ വയറുണ്ടല്ലോ, ഈ വയറ് അവർ പറയുകയാണ് ഇങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഈ കാണുന്നതിലേക്കാണ് കൊടുക്കാൻ പറയും. ഈ 2ാമത്തേക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കെന്ന് വെച്ചു. 2ാമത്തെ പിന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത്തേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓൾറെഡി ECMന്ന് ഡാറ്റ ഇപ്രോമിൽ റീഡാവും. ഇപ്രോമിൽ നമുക്ക് ഹാർഡ്വെയറിലേക്ക് വരും. ഹാർഡ്വെയറിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്കിവിടെ നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇമോബിലൈസർ പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഈ പ്രോഗ്രാമിംഗ് ഇൻ്റലിജൻ്റ് തന്നെ എല്ലാം കിടക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഇതെടുത്തു. ഈ പ്രോഗ് എടുത്തിട്ട് നമ്മൾ ഈ പ്രോഗ് ഓൾറെഡി ഓക്കെ കൊടുത്തു. അപ്പോൾ ഓൾറെഡി കണക്ഷൻ വന്നു. ഇത് കണ്ടല്ലോ, ആ 8 മിനിറ്റ് അതിൽ കണക്ഷൻ വന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. നമ്മളിതിൽ കണക്ഷൻ കൊടുത്ത് 12 വോൾട്ടേജ് അതിൽ കിട്ടാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടോ, ഇപ്രോമിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്രോമിൻ്റെ ഇതുവരെ ചോദിക്കുന്നുള്ളൂ, ഇതുവരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ അവർ നെറ്റ് ഉണ്ടാവും. പ്രോഗ്രാമിംഗ് വർക്ക് ഇത് വർക്ക് ചെയ്യുമ്പോൾ നെറ്റ് ആവശ്യമാണ്. ഇത് ചെയ്യുമ്പോൾ എന്നാൽ അവർക്ക് ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്രോം, ഗിയർ ബോക്സ്, SCM സിംഗിൾ ചിപ്പ് ഉണ്ടല്ലോ, അത് പ്രോഗ്രാം ഓപ്പറേഷൻ, ഇന്ന് ഫാം വയർ അങ്ങനത്തെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ഓപ്പറേഷനിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഫാം വയർ ഫിക്സ്, പവർ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർക്കുകളാണ്. അത് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കീയുടെ ഇൻഫോർമേഷൻ, കീ റീഡ്, കീയുടെ കോഡിങ് അങ്ങനെയുള്ള സംവിധാനത്തിനാണ്. നമുക്ക് എൻജിൻ എടുത്തു. അപ്പോൾ എൻജിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആകെ കൊടുത്തിരിക്കുന്ന ബോഷ്, ഡെൽക്കോ, സിമൻസ്, മെർലി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വണ്ടികളിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ അതിനപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു ഡാറ്റ ഇതിലില്ല. അപ്പോൾ ബോഷ് എടുത്ത് വെച്ചു. ബോഷ് എടുത്തു കഴിഞ്ഞാൽ ബോഷിൽ ഇങ്ങനെ കാണിക്കും. ബോഷിൻ്റെ നമ്പർ സെർച്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ബോഷിൻ്റെ നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ആ മോഡൽ എന്നുള്ളത്, ECMൻ്റെ മോഡൽ ഏതാണെങ്കിൽ ആ ECMൻ്റെ മോഡൽ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ F8D MD EPS P70 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്പർ ഉണ്ടാവും. ഈ നമ്പർ ഉണ്ടുള്ളൂ, ഈ നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു. ഈ നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മനി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഏത് നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ബോഷ് നമ്പർ ഈ സ്കൂളിന് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു നമ്പർ നമ്മൾ അതിൻ്റെ മുകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ആ ECMക്ക് നോക്കി നമുക്ക് അറിയാലോ. ECM കൊടുത്താൽ ഇത് പഴയ ഏതോ ഒരു വണ്ടിയുടെ ECM ഇൻഡിക്കേറ്റർ. ഇതിലൊന്നും ഒരു സംവിധാനം
മാരുതിയൊന്നും ഇരിക്കില്ല. ഡെൻസ്കോ എൻ്റെ അടുത്ത് ബോഷിൻ്റെ ഏതെങ്കിലും ഇസിം ഇരിക്കുന്നുണ്ടോ ഇവിടെ? ബോഷിൻ്റെ ഏതെങ്കിലും നമുക്ക് ഇത് വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ മാരുതിൻ്റെ അല്ല, ഇതൊന്നും വെച്ച് പ്രോഗ്രാം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാമായിട്ട് ഡാറ്റ കയറ്റുന്ന ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ആകെ 4 അത് ഊരിയിട്ട് നമ്മൾ നോക്കില്ലേ, അങ്ങനെ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രോഗ്രാമിംഗ് ഇല്ല. ഇതിൽ നമുക്ക് ഓൾറെഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ECM എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാമിംഗ് ECM വരുമ്പോൾ ECMൽ ABS ഉണ്ടാവും, SRS ഉണ്ടാവും, അതുപോലെ തന്നെ ഇമോബിലൈസർ ഉണ്ടാവും, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് സംവിധാനങ്ങൾ, സൺറൂഫ് പോലത്തെ സാധനങ്ങൾ, പിന്നെ നമ്മുടെ എയർ സസ്പെൻഷൻ ഉണ്ടല്ലോ, എയർ സസ്പെൻഷൻ പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രോഗ്രാമിങ്ങും ഡാറ്റാസൊക്കെ ചെയ്യേണ്ടത്. സാധാരണ നമുക്ക് വരുന്ന ഈ ഗിയർ ബോക്സ് ഉണ്ടല്ലോ, ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗിയർ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് ലേൺ ചെയ്യേണ്ടി വരും. പ്രോഗ്രാമിംഗ് ഡാറ്റ കോപ്പി ചെയ്തെടുത്തിട്ട് ISM മൊഡ്യൂളൊക്കെ ഡാറ്റ കോപ്പി ചെയ്തിട്ട് തിരിച്ച് ചെയ്യേണ്ടി വരും. പഴയ മോഡൽ ഇപ്പോൾ 2010 അല്ലെങ്കിൽ 2014 മുകളിലേക്കുള്ള വണ്ടികൾക്കൊക്കെ എന്ന് പറയുക, അല്ലെങ്കിൽ ഹൈ ക്ലാസ് വണ്ടികൾക്കൊക്കെ ഉണ്ടാവും. മീൻസ് എന്നാൽ ഹൈ ക്ലാസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ സ്കോഡ, ബെൻസ്, BMW ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ആൾട്ടോ 800 അല്ലെങ്കിൽ ഇൻഡിക്കയോ മാൻസയോ പോലത്തെ വണ്ടികൾക്കൊന്നും വലിയ പ്രോഗ്രാമിംഗ് ഉണ്ട്. പക്ഷേ അതിലാകെ ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, IAT, MAP എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് സംവിധാനങ്ങൾ മാത്രമേ നമുക്കതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾക്ക് വലിയ പ്രോഗ്രാമിംഗ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഞാനത് കാണിച്ചു തന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ഡാറ്റാ ബേസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. എനിക്കൊരു സാധനം വന്നാൽ ECM എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ, നോക്കട്ടെന്ന് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അടുത്ത പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതാണ് നമുക്ക് ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ ഒരു ബോഷിൻ്റെയോ അല്ലെങ്കിൽ സിമെൻസിൻ്റെയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡാറ്റ കാണിച്ചു തരാം. വേണ്ടിയിട്ട് ഇത് വിട്ടു, ഇത് പിന്നെ ഡെൽക്കോ എടുത്ത് വെച്ചോ. അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കണ്ടോ. ഈ ഡെൻസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഇത് ഡെൽഫി ആണോ നോക്കട്ടെ, ഡെൽക്കോ. ഈ ഡെൽക്കോ പറഞ്ഞ ECM കണ്ടോ, ഇങ്ങനെ E30, E90 എന്ന് പറഞ്ഞിട്ട് ബെൻസ്, BMW, ജാഗോർ, ലാൻഡ് റോവർ, റേഞ്ച് റോവർ ടൈപ്പുള്ള ഇതിൻ്റെ ആയിരിക്കും. അതിലിപ്പോൾ ഈ സാധനമാണ് വന്നേക്കുന്നത് വെച്ചോളൂ. നമ്മളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ECM മേ ബി ഡാമേജ്ഡ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ ഒരു എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള സംവിധാനം നമുക്ക് കാണിക്കും. ഇത് എന്താണോ അതിൻ്റെ സംവിധാനം എന്നുകൊണ്ട് നമുക്കത് കാണിക്കും. അപ്പോൾ നമ്മളത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. ആ സ്കാനിങ് ടൂൾ, ആ ഡാറ്റ വെച്ചിട്ട് നമുക്കതിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ് വേണ്ടത് വെച്ചോളൂ. ഇപ്പോൾ ഞാൻ എടുത്ത മോഡലിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തന്നാൽ ഞാൻ എടുത്തേക്കുന്ന മോഡലിൽ ബെൻസല്ല സ്കോഡയിൽ വരുന്ന സ്കോഡ ഒക്ടോവയൊക്കെ വരുന്നില്ലേ, ആ മോഡലിൻ്റെയാണ് കാണിച്ചേക്കുന്നത്. വി വയറിംഗ് ഡയഗ്രാം. ഈ വയറിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ പോയി അല്ലേ നെറ്റ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വയറിംഗ് ഡാറ്റ കാണിച്ചത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും നോക്കേണ്ട ആവശ്യം. നിങ്ങൾ ECM എടുത്തു, ആ ECMൻ്റെ ഏത് പിന്നിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഈ താഴത്തു നിന്നുള്ള വരികളിൽ നിന്ന് ഏറ്റവും അറ്റത്തിലാണ് കൊടുക്കണമെങ്കിൽ ഇപ്പുറത്ത് 1, 2, 3, 4, 5, 6, 7ാമത്തെ വയറിന്ന് മഞ്ഞ വയർ, മഞ്ഞ കൊടുത്തേക്കണമെങ്കിൽ നോക്കുക. 9ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക, 9ാമത്തെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇതിന് 9 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ 2, 2, 1 എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവുക. എന്നതിൽ 1, 2, 7, 6, 9 ഇവിടെ ഈ 9ലേക്ക് ഇത് കണ്ടോ, ഈ 9ലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഓരോ അപ്പോൾ ഈ കണ്ടോ നിങ്ങൾ അല്ല അത് കാണിച്ചു തരുന്നു. ചുമപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ചുമപ്പ് എന്ന് പറഞ്ഞ് വരുന്നത് ഈ കറുത്ത വയറുണ്ടല്ലോ, ഈ കറുത്ത വയർ ഇതിൽ കാണിക്കുന്നത് താഴത്ത് വരുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റിലെ പിന്നിലാണ് ഈ കറുത്ത വയർ കൊടുക്കേണ്ടത്. ഈ ചുമന്ന വയറുണ്ടല്ലോ, ഈ ചുമന്ന വയർ കൊടുക്കേണ്ടത് നിങ്ങൾ ഇവിടുന്ന് അതിൻ്റെ മുകളിലുള്ള ഏറ്റവും താഴത്തുള്ള ഇവിടുന്ന് ഇങ്ങോട്ട് 3ാമത്തെ ഈ കാണിക്കുന്നത് എണ്ണി വേണം ചെയ്യണം കേട്ടോ. ചൂണ്ടി എണ്ണിയിട്ട് വേണം കണക്ട് ചെയ്യണമെങ്കിൽ. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ പ്രോഗിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതാണ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഈ പ്രോഗിൽ ഈ സാധനം കണക്ട് ചെയ്തേക്കണോ, ഇത് കണക്ട് ചെയ്ത് ഈ 1 to 10 വയർ ഈ സാധനമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ബാക്കപ്പ്
കംപ്ലീറ്റ് ഡാറ്റ, ഈ ECMൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഡാറ്റ നിനക്ക് ബാക്കപ്പ് ചെയ്യാം, ബാക്കപ്പ് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ അത് എടുത്തിട്ട് നിനക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റ എടുത്തിട്ട്, ഇതിലിപ്പോൾ ECMൻ്റെ ഡാറ്റ കിട്ടില്ല, നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ആ ECMലല്ല, പക്ഷേ ECMൻ്റെ ഡാറ്റ എടുത്തിട്ട് നിനക്ക് വേണമെങ്കിൽ ഒരു പേരിൽ ഇതിൻ്റെ ആ വണ്ടിയുടെ നമ്പർ മാക്സ് ഞാൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കോഡയാണെങ്കിൽ സ്കോഡ KL 48 36 46V അങ്ങനെയാണെങ്കിൽ അത് ഇതിൽ എടുക്കുക, ഇല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ പേര് ഇതിൽ സേവ് ചെയ്ത് വെക്കുക. നമുക്ക് നാളെ പുതിയ പഴയ ECM ആണ് ഉണ്ടാവുക, പുതിയ ECM വാങ്ങുമ്പോൾ ഡാറ്റ എനിക്ക് കോപ്പി ചെയ്യണ്ടേ, ഡാറ്റ കോപ്പി ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ECM അതിൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഡാറ്റ കോപ്പി ചെയ്യാൻ പറ്റും. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കുക, റീസ്റ്റോർ കംപ്ലീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മൊത്തം റീസ്റ്റോർ ചെയ്ത് കളയാം. ഈ കംപ്ലീറ്റ് ഇതിലെ ഡാറ്റ മൊത്തം നിനക്ക് റീസ്റ്റോറും ചെയ്യാം, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡാറ്റ ബാക്കപ്പ് ചെയ്യാം, അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. നീ എന്ത് ചെയ്യും, സിസ്റ്റം ഓൺ നോർമൽ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്തേക്കുന്നത് വേറെ ഇതിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു ഐഡിയ ഒക്കെ ആട്ടോ, ഇതൊരു ഇതിൽ നമ്മൾ ബാക്കപ്പ് എടുക്കില്ലേ, ബാക്കപ്പ് ഡാറ്റ എടുക്കുക, അതെങ്ങനെ സേവ് ചെയ്യുക? അപ്പോൾ ഇതിലിപ്പോൾ ബാക്കപ്പ് ഡാറ്റ കാണിച്ചു തരാൻ നമുക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇതിലിപ്പോൾ ഈ ബാക്കപ്പ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഡാറ്റ നിൻ്റെ അടുത്ത് ആ അതിൻ്റെ ഡാറ്റ ഓൾറെഡി ഇങ്ങനെ 1 മുതൽ 100 വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആവുമ്പോഴേക്കും ആ ഡാറ്റ മൊത്തം ഇതിലിടാവും. സക്സസ്ഫുള്ളി ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ബാക്കപ്പ് ഡാറ്റ സക്സസ്ഫുള്ളി വരുമ്പോൾ നിനക്ക് താഴത്ത് നമ്മൾ ഈ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നിനക്ക് നമ്പർ ഇത് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പേര് വേണമല്ലോ, അത് മൊത്തം അങ്ങനെ കിടക്കുമ്പോൾ അതിലൊരു പേര് വേണമല്ലോ. ആ പേര് വേണമെങ്കിൽ നിനക്ക് ഏതാ കസ്റ്റമർ, ഇപ്പോൾ നീ ഇപ്പോൾ കുറേ ECMൻ്റെ വർക്ക് ഉണ്ടാവുമെങ്കിൽ കുറേ ഡാറ്റ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ECMൻ്റെ വണ്ടിയുടെ നമ്പർ ഉണ്ടാവുമല്ലോ, KL 48 എന്നോ, ഇല്ലെങ്കിൽ എങ്ങനെയാണോ അയാളുടെ ഫോൺ നമ്പറോ പേര് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ അതേ പേരുള്ള വേറൊരാൾ വരുമ്പോൾ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഒന്നുമില്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ വെക്കുക, അയാളുടെ ഫോൺ നമ്പർ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നുമില്ല അയാളുടെ വണ്ടിയുടെ നമ്പർ വെക്കുക, ആ വണ്ടിയുടെ നമ്പർ അയാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തെറ്റില്ല, നമുക്ക് ആ സാധനം ഡയറക്റ്റ് എടുത്ത് തിരിച്ച് ഇന്ന വണ്ടിയുടെ നമ്പർ തന്നെ അറിയാലോ, ഇന്ന വണ്ടിയെ പറയുമ്പോൾ വണ്ടിയുടെ നമ്പർ മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എടുത്തിട്ട് തിരിച്ചായിരിക്കും പേസ്റ്റ് ചെയ്യാം. ഈ പേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണക്ട് വഴിയായിട്ട് പേസ്റ്റ് ചെയ്യാം. ഈ കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നിൻ്റെ ഡാറ്റാസ് ചോദിക്കും, അതിലേക്ക് ഡാറ്റ കയറ്റണോ, പ്രോഗ്രാമിംഗ് ചെയ്യണോ, വേറെ എന്താ ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നീ ആ ഡീറ്റെയിൽസ് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ ചോദിക്കുന്നവർ ചോദിക്കും, ആ ഡാറ്റ അനുസരിച്ചിട്ട് കയറ്റി കൊടുത്തു. ഈ സേവ് ചെയ്ത ഡാറ്റകളൊക്കെ ഇതിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ഈ പ്രോമിൻ്റെ ഇതിലൊക്കെ ഡാറ്റ ഈ സൈറ്റിൽ കിടക്കുന്നുണ്ടാവും, നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ. ഇത് ഓൺലൈനായിട്ട് കൊടുക്കണം കേട്ടോ, അതിൽ സേവ് ചെയ്ത് ഈ സെർവറിൽ സേവ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കണമെന്ന് വെച്ചാൽ എങ്ങനെ എടുക്കാൻ പറ്റും? അത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് വേണം എടുക്കണമെങ്കിൽ, അല്ലാണ്ട് വെറുതെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ അതിലില്ല. ഇത് കണക്ട് ചെയ്താൽ ഈ ഇപ്രോമും ഇതും തമ്മിൽ കണക്ട് ചെയ്താൽ, ഈ പ്രോഗും ഇതും തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രമാണ് ആ ഡാറ്റ വരുന്നത്. ECM വേണമെന്ന് ECM അതിൽ കുത്തി വെക്കണം. ആ പറഞ്ഞ പുതിയ ECM ഉണ്ടല്ലോ, ആ ECM നമ്മൾ നേരത്തെ വയറിംഗ് ഡയഗ്രാം എടുത്ത് ആ ECMൽ എവിടെ കണക്ട് ചെയ്തെന്ന് നോക്കി ആ ECMൽ കണക്ട് ചെയ്യാൻ വേണ്ടി കുത്തിയ ശേഷം മാത്രമാണ് നമുക്ക് ഇത് അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ, അല്ലാതെ പോകില്ല. ഡയഗ്രാം അത് വേറൊരു ഡയഗ്രാം അയച്ചാൽ നമുക്ക് ഇന്ത്യൻ വണ്ടികളുടെ അതിലുണ്ടാവില്ല. ഇതിൽ ഈ 3 ജോബ് കൊടുക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, ഏതെങ്കിലും ഈ കാണുന്ന ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നിനക്ക് ഇഗ്നിയേഷൻ ഇല്ലേ, ഇതൊന്നും നമുക്ക് നമ്മുടെ ഒന്ന് ഈ ഒരു ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിക്ക് കറണ്ട് വരാനായിരിക്കും. ഇത് ECMിലെ കറണ്ടിലേക്കാണ് ഇത് ചെയ്യുന്നത്. ഇത് രണ്ടും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ സാധനമില്ലേ, ഈ മുകളത്തെയും ഇതും ഈ കറുപ്പ് മാത്രം ഒന്നേ ഉണ്ടാവുള്ളൂ. ചുവപ്പ് ചിലപ്പോൾ 1 or 2 ഇഗ്നിയേഷൻ്റെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രൊസീജിയറിന് അതിലേക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടാവും. അതിൽ ഏതിൽ കണക്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ മഞ്ഞ ഇതിലേക്ക് ചുവപ്പ് കണക്ട് ചെയ്യുന്നു, കറുപ്പിക്ക് കണക്ട് ചെയ്യും. ബ്ലൂ ഒന്നുമില്ല, ബ്ലൂ പ്രത്യേകിച്ച് ഒന്നിനും ഉണ്ടാവണതല്ല. ഡാറ്റ കണക്ട് എടുക്കാൻ വേണ്ടി ഇത്ര മാത്രം മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതല്ലാത്ത വേറൊരു ECM കൂടി എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞു. ഇത് അല്ലാണ്ട് സിമെൻസിൻ്റെ എടുത്ത് നോക്കാം. സിമെൻസിൻ്റെ വരുമ്പോൾ ഉണ്ടോ ECMൻ്റെ പേരിനെ വ്യത്യാസം വന്നു. MSD 80 TC എന്ന് പറയുന്ന ഓരോ നമ്പറാണ്. ഇതിന് ഇത്രയും ഉണ്ടാവും. ഇതിലിപ്പോൾ നിനക്കൊരു ഇഷ്ടപ്പെട്ട ഇതിൽ ഏതാ വണ്ടി എന്നൊന്നും എനിക്ക് ECMൻ്റെ എല്ലാം കാണപ്പെട്ട അറിയില്ല.
നമുക്കിപ്പോൾ ഈ D71 എന്ന് പറഞ്ഞ DE എന്ന് പറഞ്ഞ സാധനം എടുക്കാം. അപ്പോൾ അതിൽ വരുമ്പോൾ കുറച്ചും കൂടി സംവിധാനങ്ങൾ അതിലുണ്ട്. ഓരോ ECM-അനുസരിച്ചിട്ട് ECM എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ECM-ൽ അത്ര വർക്കേ ഉണ്ടാവുള്ളൂ. നേരത്തെ എടുത്തത് ഇപ്പോൾ എടുത്തേക്കണ ECM-ൽ കുറച്ചും കൂടി കൂടുതൽ വർക്കുകൾ ചെയ്യേണ്ട ECM-ആണ്. അങ്ങനെ ഓരോ വർക്കുകൾ കൂടുന്ന ECM വരുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകൾ കൂടി വരും. ഇത് ചെയ്ത് ഒരു ദിവസം ഇരുന്ന് വർക്കുകൾ വരുമ്പോൾ ECM വരുമ്പോൾ വർക്ക് വരുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഇരുന്ന് നമുക്ക് മെല്ലെ ഇരുന്ന് ചെയ്യാവുന്ന സംവിധാനങ്ങളേ ഉള്ളൂ. നമ്മുടെ അടുത്ത് സ്കാനിങ് ടൂൾ ഉണ്ട്. ഇത് കണ്ടുള്ളൂ, കണക്ട് ടു MCU അഡാപ്റ്റർ പ്ലേസ്. ഈ അഡാപ്റ്റർ ചിലപ്പോൾ ചോദിക്കും, ഇതിൻ്റെ അഡാപ്റ്റർ ഉണ്ടാവും. ഇത് കുറച്ചുകൂടി വ്യത്യാസം വന്നുകൊണ്ട് മാറി. ഇതിൽ കുറച്ച് വ്യത്യാസം വന്നു. ഇതിൽ കണ്ടോ, ഇതിലാകെ അധികമൊന്നുമില്ല. ഒരു ചുമപ്പും ഒരു കറുപ്പും മാത്രമേ. ഇത് ഇവിടെ നിങ്ങോട്ട് കറുപ്പും ഇവിടെ നിങ്ങോട്ട് ചുമപ്പും. ഈ വലിയതെന്ന് മാത്രം കണക്ട് ചെയ്യാനാണ് പറയുന്നത്. വലുതെന്ന് ശരിക്കും കണക്ട് ചെയ്യേണ്ടത് കേട്ടോ, ചെറുതൊന്ന് കണക്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ചെറുത് വേറെ ഡയറക്റ്റ്, വലുതാണ് നമ്മുടെ കറണ്ട് പോകുന്നത്. ആ സാധ്യത വലിയ പിന്നുണ്ടാവും. ആ വലിയ പിന്നുകൾ കണ്ടിട്ടില്ലേ? ആ വലിയ പിന്നുകൾ ആണ് നമ്മുടെ ECM-ലേക്കുള്ള മെയിൻ കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതിലേക്കാണ് അത് കാണിച്ചു കൊടുത്തത്. ബാക്കിയൊക്കെ ചെറുതായിട്ടും ഇതൊരു വലിയ കട്ടായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വലിയ കണക്ഷനിലേക്കുള്ള ഒന്ന് നമുക്ക് നമ്മുടെ ബ്ലാക്കും ഒന്ന് നമ്മുടെ റെഡും നമ്മൾ കണക്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ബ്ലൂവും യെല്ലോ ഒക്കെ, ബ്ലൂ വയറൊന്നും ഇതിലുണ്ടാവില്ല. ആ നമ്പർ മാത്രം നീ നോക്കിയാൽ മതി. 6ാമത്തെ നമ്പർ 9ാമത്തെ നമ്പർ വേണ്ട അതിലേക്ക് കൊടുക്കുക. ഇതിലേക്കും അതുപോലെ തന്നെ 9ാമത്തെ നമ്പറും 6ാമത്തെ നമ്പറും ചോദിക്കുന്നുണ്ട്. ഇതിൽ കൊടുത്താൽ മതി. ഇതിലേതിലും ഒന്നിന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ഇപ്പോൾ പല ECM-നും പല വയറും ഇത്ര വയറേ ഉള്ളൂ ആകെ. ഈ വയറിൽ ചിലപ്പോൾ ചിലർ 3 കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 4 കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 2 കൊടുത്താൽ മതിയാവും, ചിലപ്പോൾ ഒന്നും ഒരാളുടെ വരും കേട്ടോ. എന്തായാലും 2 കൊടുക്കേണ്ടി വരും. ഇതും അതേമാതിരി ചെക്ക് ചെയ്തു അല്ലേ? മൊബിലൈസർ ഏതെങ്കിലും വണ്ടിന്റെ കൊണ്ടുവന്നാ ഇമോബിലൈസർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പോയിട്ട് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനാണ് ഇട്ടത്. കണ്ടോ, ഇതിൽ കണ്ടോ കേട്ടോ, ഇത് റീസ്റ്റോർ ഫ്ലാഷ് ഡാറ്റ. ഫ്ലാഷ് ചെയ്ത് പോയിട്ട് റീസ്റ്റോർ ഡാറ്റ ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു തനിയെ കട്ടായി പോയിട്ടുള്ള ഒരു ECM വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ICM-ൻ്റെ ഇപ്രോമിൻ്റെ ഉള്ളിൽ ഡാറ്റ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റീഡ് ചിപ്പ് ID അതൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ റീസ്റ്റോർ ഇപ്രോം ഡാറ്റ ബാക്കപ്പ്, ഈ ഇതിൻ്റെ ഇപ്രോമിൻ്റെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്തെടുക്കാം. വണ്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വേറെ ഒന്നും കൂടി നോക്കട്ടെ. ഒരു ഐഡിയ കിട്ടുന്നില്ല ചേട്ടാ? ചെറിയ ഐഡിയ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് തന്നെ പഠിച്ചാലാണ് നമുക്ക് ഇതുണ്ടാവും. അല്ലാണ്ട് നമുക്കിതൊരാൾ ക്ലാസ് എടുത്ത് വന്നിട്ടൊന്നും മനസ്സിലാവുന്ന സാധനമല്ല. ഈ അൾട്ടോ ഇതൊക്കെ വരില്ലേ, അതൊക്കെ ഈ മൊബൈൽസിൽ മാറ്റി വയ്ക്കുമ്പോൾ രണ്ടും ഡാറ്റ ഒന്നാണ്. ഈ നമുക്കിപ്പോൾ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ആൾട്ടോ ഒക്കെ വരുന്ന സമയത്ത് ആൾട്ടോയ്ക്ക് നമ്മുടെ ഇമോബിലൈസർ, സാധാ ഇമോബിലൈസർ എടുക്കുന്ന സമയത്ത് ഇമോബിലൈസറിൽ അല്ലെങ്കിൽ ഇതിൽ സർവീസ് ഓപ്ഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തില്ലേ നിങ്ങൾ? സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാ സർവീസ് ഫംഗ്ഷൻ. ഈ സർവീസ് ഫംഗ്ഷനിൽ ECM ഇതുണ്ടോ, ബ്രേക്ക് ഓയിൽ, കൂളൻ്റ്, EGR അപ്ഡേഷൻ, അപ്ഡേഷൻ, വിൻഡോ, ട്രാൻസ്മിഷൻ ഓർഡർ, നോക്ക് സെൻസർ, സൺറൂഫ്, ഇഞ്ചക്ടർ കോഡിങ്, മാച്ചിങ്, EGR അപ്ഡേഷൻ. ഇതിൽ ECM എന്ന് പറഞ്ഞ സെപ്പറേറ്റ് കിടക്കുന്നില്ല. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാരുതി എടുത്തു, അല്ലെങ്കിൽ മാരുതി വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി സ്വിഫ്റ്റ് എടുത്ത് വെച്ചോ. സ്വിഫ്റ്റോ, അയ്യോ മാരുതി വണ്ടി എടുത്തില്ല. നിങ്ങൾക്ക് മാരുതി അല്ലേ കൂടുതൽ വരുന്നുണ്ടാവുക? അങ്ങനെയല്ല, ഏകദേശം മാരുതി ഇത്രയും വണ്ടികൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നമുക്കൊരു കുറച്ചും കൂടി മോഡൽ നോക്കിയൊരു വണ്ടി നോക്കാം അല്ലേ? സ്റ്റാർ, ഡിസൈർ, സ്വിഫ്റ്റോ ഡിസൈർ നോക്കാം. ഡിസൈർ നോക്കുന്ന സമയത്ത് ഇതിൽ ഇത്രയും ഡാറ്റാസ് ഉണ്ടാവും. എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ, SRS, EPS, HBAC, BCM, ബോഡി കൺട്രോൾ മൊഡ്യൂൾ കേട്ടോ, ABS, ഇമോബിലൈസർ. അപ്പോൾ ഉള്ളിൽ പറഞ്ഞ് ഇത് ECM മാറ്റേണ്ട കാര്യമല്ലേ പറഞ്ഞത്?
ഈ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ KSE എഞ്ചിൻ എടുത്തു. വണ്ടി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് പോകുന്നത് കേട്ടോ. ഡീസലോ പെട്രോളോ കൊടുക്കും, പെട്രോൾ കൊടുക്കുകയില്ല, എന്നാലും അതിൻ്റെ കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഈ ഇമോബിലൈസർ എടുക്കുകയൊന്നും വേണ്ട. ഇമോബിലൈസർ എടുക്കുക, ഒന്ന് ഇമോബിലൈസർ മാറ്റി അതിൻ്റെ കൂടെ തന്നെ ഇമോബിലൈസറിൻ്റെ കൂടെ തന്നെ ECU എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. ഈ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ECU EID എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ECUവിൻ്റെ നമ്പർ ഉണ്ടാവും, പാർട്ട് നമ്പർ. ആ പാർട്ട് നമ്പർ ചിലത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു നീ കണ്ട ഒരു സ്റ്റാറൊക്കെ ഇട്ടിട്ട് 36 22 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ നമ്മൾ ആൾട്ട് നോക്കുമ്പോൾ നീ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു നമ്പർ വരും. ചിലതിനൊരു വലിയ നമ്പർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയില്ല ഒരു ഇത്രയും മുതൽ MD 25 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ ഒരു നമ്പറാണ് വരുന്നത്. ആ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് റൈറ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതില് നമുക്ക് ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല. കീ ഇട്ട്